ഒരു ശനിയാഴ്ച വൈകുന്നേരം അമ്മമ്മ വീട്ടിലേക്കൊരു വിസിറ്റ്. കുറച്ച് ദിവസമായി അവിടേക്ക് പോയിട്ട്. നല്ല മൊത്തം മഴ വരുന്നുണ്ട്. സമയം ഒരു 5:15 ഞാൻ മെല്ലെ വീട്ടിലേക്ക് നടക്കും. തൊട്ടി വയ്ക്കുമ്പോഴെല്ലാം എൻ്റെ ഉടുപ്പ് ഈ കളറായിരിക്കും. ഇന്ന് മുതൽ ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യണമെന്നാണ്. ആ കോൺവെർസേഷൻ അവിടെ ചെന്ന് ബ്രേക്കായിപ്പോയി. അമ്മമ്മ ഇവിടെ എത്തി. എനിക്ക് ഇവിടെ കുറച്ച് ഇവിടെ സമയം ചിലവഴിക്കാം. ഞാൻ വെറുതെ വന്നതാ. പരിപാടിയൊന്നുമില്ല, ശനിയാഴ്ച ആയതുകൊണ്ട് ഞാൻ വിസിറ്റിന് ഇറങ്ങിയതാ. ഇപ്പൊ വന്നാലും ഇവിടെ ഒന്ന് വന്നിങ്ങനെ പ്രാർത്ഥിക്കും. അപ്പോൾ ഒരു സന്തോഷം. ലൈറ്റില്ല. ഒരു മനസ്സിനൊരു സന്തോഷമാണ്. ഭയങ്കര പോസിറ്റീവ് വൈബ്. ഇവിടെ ഒരു കട്ടിലുണ്ട്. ഇവിടെ ആരും അങ്ങനെ കിടക്കാറില്ല. വേണേ നമുക്ക് ഇടയ്ക്ക് വരാം. റോഡ് സൈഡ് ആണ് വീട്. നല്ല മഴക്കാറ് വെച്ച് വരുന്നുണ്ട്. മുറ്റത്ത് തന്നെ ഒരു വേപ്പ് മരമുണ്ട്. അതാണ് ഏറ്റവും വലിയൊരു ഐശ്വര്യം. ഇവിടെ തുളസിക്ക് പകരം വേപ്പാണ്. വേപ്പൊക്കെ ഉണ്ട്. ഇവിടെ കുറച്ച് നേരം ഇവിടെ ചിലവഴിക്കാം. കുറച്ച് വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ട്. അതൊക്കെ എഡിറ്റ് ചെയ്തുകൊണ്ട് ഇവിടെ ഇരിക്കാമെന്ന് വിചാരിച്ചു. 6 മണി 6:30 നേരം കിട്ടുന്നവരെ ഇനി ഇവിടെ ചിലവഴിക്കും. ചായ പിടിച്ചാ? ചവയ്ക്കാൻ വല്ലതും ഉണ്ടായിരുന്നോ? നേരത്തെ വന്നപ്പോ അല്ലാണ്ട് ഇരിക്കുന്നുണ്ട്. വേണ്ട വേണ്ട, ഞാൻ ചോറിൻ്റെ കുറച്ച് നേരം ആയുള്ളൂ. ഇപ്പോഴും നെഞ്ചുരുക ചാവി എണ്ണ കഴിക്കുമ്പോ. അമ്മയോ എന്തെടുക്കുന്നു? അമ്മ ജോലിയിലാണ്. ഭയങ്കരമായിട്ട് ഇരുണ്ട് വരുന്നുണ്ട്. ഇടയ്ക്ക് വെട്ടവും വരുന്നു. എന്താ, ഇടയ്ക്ക് വെട്ടവും ഉണ്ട്, ഇടയ്ക്ക് ഇരുണ്ടും വരുന്നുണ്ട്. നടുക്ക് വെയില്. എനിക്ക് തെളിഞ്ഞ് വരുന്നതാണോന്ന് അറിയത്തില്ല. ഇനിയിപ്പം ഉച്ച കഴിഞ്ഞ് മഴ കാണുമെന്നാണ് കൊല്ലത്തൊക്കെ. പക്ഷെ അതുകൊണ്ട് ചൂടിനെല്ലാം കുറവില്ല വെച്ചാ, നല്ല കുറവ്. എൻ്റെ മുറിയിലൊക്കെ മറ്റേത് 2 ഫാൻ വെച്ചാൽ പോലും ഇരിക്കാൻ വയ്യാത്ത അത്രയും ചൂടായിരുന്നു. ഇപ്പൊ ഞാൻ ഒരു ഒറ്റ ഫാനും മറ്റേ സൈഡ് ഫാൻ മാത്രം വെച്ചോണ്ടായിരിക്കുന്നത്. അതാകുമ്പോ ഈ നമ്മുടെ ഇച്ചിരി തണുപ്പുണ്ടെങ്കിൽ ആ തണുത്ത കാറ്റ് അതുപോലെ കിട്ടും നല്ല രീതിയിൽ. മറ്റേ ഫാൻ പോലെ അല്ലല്ലേ. നല്ല മറ്റേ 2 ഫാൻ ഇട്ടാലല്ലേ ഇട്ടാലും ചൂടായിരുന്നു. ജസ്റ്റ് തിരിക്കാതായിരുന്നു ഈ ഫാൻ ആയതുകൊണ്ട്. നമ്മുടെ ദേഹത്തോട്ട് ഒന്ന് അടിക്കുകയല്ലേ നേരെ. ഇപ്പൊ ഇച്ചിരി തണുപ്പ് വന്നെന്ന് പറയാന്. അപ്പൊ ഒരു മഴയിൽ ചെറിയ തണുപ്പുണ്ട് തന്നെ ഈ ഫാൻ ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തണുത്ത കാറ്റ് അടിക്കും. അപ്പൊ അടുത്തും കൂടെ അല്ലേ ഞാൻ ശ്രദ്ധിക്കുന്നത്.
ഫോൺ ചെയ്യുമ്പോ ചേട്ടൻ പറയുകയും ചെയ്യും, നീ ഇത് കടത്തീരത്തിരിക്കുന്ന പോലെ തോന്നുന്നു. അവിടെ അവരുടെ ഡ്രൈവർ ചേട്ടനുണ്ട്. ചേട്ടനെ വിളിച്ചിങ്ങനെ എന്തെങ്കിലും ചെറിയ പറയാം, നീ ഇവിടെ കടത്തീരത്തിരിക്കുന്നത് പറഞ്ഞു. ചൂട് കാരണം വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, സഹിച്ചേ പറ്റും, എനിക്ക് വേറെ വഴിയില്ല. കാരണം ഇത് ഈ ഫാനില്ല, മറ്റേ ഫാനിട്ട് എനിക്ക് കാറ്റും കിട്ടൂല, അത് കിടന്ന് ഇറങ്ങി കറണ്ട് ബില്ലാവുകയും ചെയ്യുന്നല്ലാതെ ഒരു ഗുണവും ഇല്ല. അപ്പൊ പിന്നെ ആ പ്രശ്നമില്ല. ഈ ഫാൻ തന്നെ എടുത്താൽ മതിയായിരുന്നു. പിന്നെ റൊട്ടേറ്റ് ചെയ്യണ്ടെന്നുണ്ടെങ്കിൽ വേറെയും ഫാനുകളുണ്ട് കേട്ടോ. കാര്യമുണ്ട്, കിഴക്കശം കുത്തിയാലൊക്കെ തുടങ്ങുന്നു. ഇതിന്റെ സ്വിച്ച് കൊള്ളത്തില്ല നമ്മുടെ കാണില്ലേ. അപ്പൊ നമ്മുടെ ഈ അകത്ത മുറി കുത്തിയാലേ ഇങ്ങോട്ട് കിട്ടുമല്ലോ നീളം. അത് കിട്ടും. വെട്ടവാന്റെ ഇടയിൽ കൂടെ വന്ന് എന്റെ മുഖത്തടിക്കുന്നു. ഇവിടെ ഒരു ലാഭം ഉണ്ടെന്ന് പറയുന്നു, അവിടെ പോയി എടുക്കണം. അതേ ഇനി ആശുപത്രി ലാഭം കൂടെ ശങ്കരം കടയിൽ പോയിട്ടില്ല. അതിന്റെ അല്ലാതെ മറ്റേ ഇക്കട കട മാറ്റിയല്ലോ, അവിടേക്ക് വന്നു ഒരു ഹോസ്പിറ്റലും ചെറിയൊരു ക്ലിനിക്ക് ആവാണ്ട് വന്നു. ഡോക്ടർ മാറി മാറി കാണിക്കണ്ടാന്ന്. ടെസ്റ്റും ചെയ്യുമെന്ന് തിരക്കാം. ഈ ഡോക്ടറെ കാണിക്കുന്നത് അത് ഗവൺമെന്റ് ഡോക്ടർ. നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങോട്ട് പോയാൽ മതി. ഡോക്ടർ ആശുപത്രിയിലോട്ട് വരാൻ പറയും. ആശുപത്രിക്ക് നമ്മുടെ ഗവൺമെന്റ് ആശുപത്രി, അതാണ് അന്ന് അന്നേ കാണിക്കാൻ പറഞ്ഞത്. പ്രൈവറ്റിൽ പോയൊക്കത്തില്ല മോനെ. തിരിച്ചിത് 10 ഗുളിക എടുത്ത് നമ്മളെ കഴിച്ച് വീട്ടിൽ 10 ഗുളിക എടുത്ത് കഴിച്ചാൽ മതി. പ്രൈവറ്റിൽ ഓടി ചെല്ലുമ്പോൾ അവിടെ വേണം 10,000 2,000 രൂപ. ഈ ഡെസ്റ്റി ആയിട്ട് വെച്ച് വേണം ഗുളിക കഴിച്ച് നീര്. അപ്പൊ അത് എവിടെ ഉണ്ടോന്ന് തിരക്കാനാ ഇവിടെ വല്ലതും. അവിടെ തിരക്കി നോക്കാം, അവിടെ കാണുന്നില്ല. അവിടെ ടെസ്റ്റ് ഉള്ളതായിട്ട് എനിക്കറിയില്ല. പക്ഷെ അവിടെ ഫാർമസി പോലുണ്ട്, മരുന്ന് കിട്ടുന്നതും അത് ഡോക്ടറും ഉണ്ടെന്ന് മനസ്സിലായി. പക്ഷെ ടെസ്റ്റ് ചിലപ്പോ കാണും. മഴ പൊടിക്കുന്നു നല്ല കറുപ്പുണ്ട്, നല്ല മുട്ടൻ മഴ വരുന്നുണ്ട്. രണ്ട് ടൈപ്പ് ഫാൻ ഉണ്ടല്ലോ എൻ്റെ അകത്തെ ചേട്ടാ, 2-3 ടൈപ്പ് ഫാനുണ്ട്. ഇതേ വിലയ്ക്ക് വരുന്ന കുറച്ചും കൂടെ കാറ്റുണ്ടെന്നാണ് പറയുന്നത് ആ ഫാന്. പക്ഷെ ഫാനിന്റെ പ്രശ്നം, ഫാന് ഇങ്ങനെ തിരിയൂല, നേരെ ഇരുന്ന് എങ്ങോട്ടാണോ വെച്ചേക്കുന്നത് അങ്ങോട്ട് കറങ്ങും. ഈ സെയിം ഫാൻ തന്നെ ഇതിങ്ങനെ നമ്മൾ നീടെ ഞെക്കി വെക്കുമ്പോഴാണ് ഇങ്ങനെ കറങ്ങിയൊക്കെ വീശുന്നത്. നമ്മളത് എപ്പോഴും ഉപയോഗിക്കത്തില്ല, വല്ലപ്പോഴും നമ്മൾ കറക്കത്തോള്. പക്ഷെ ഇവിടത്തേക്ക് അത് പറ്റുമെന്ന് തോന്നുന്നു. ഇവിടെ ഹാളിലൊക്കെ വെക്കണമെങ്കിൽ കറക്കി തന്നെ വെക്കുമ്പോഴല്ലേ എല്ലാവരും ഒരു ഇച്ചിരി കാറ്റ് കറങ്ങി അടിക്കും. പക്ഷെ ഇതിനേക്കാളും ഭയങ്കര കാറ്റാ അതിന്. വില വെച്ചിട്ട് വില കൂടുതലാണെങ്കിൽ ഇതിനേക്കാളും കാറ്റുള്ള തിരിയുന്നതുണ്ട്. ഞാൻ പറഞ്ഞ ഈ ഫാൻ തന്നെ മതിയാവുന്നായിരുന്നു. നമുക്കൊരു മേടിച്ചപ്പോ ഒരു വിശ്വാസമായല്ലോ നല്ലതാണ്. സമയം നമ്മുടെ കിഴക്ക് മുറിയിലൊക്കെ ആയും തെക്ക് മുറിയിലെ തുടച്ചൊക്കെ കഴിഞ്ഞപ്പോഴേ കപ്പാസിറ്റർ മാറിയിട്ട് നോക്കണമെന്ന്. പിന്നെ സൈഡ് ഫാൻ ഒരു ഗുണമെന്ന് വെച്ചാൽ ഇച്ചിരി തണുപ്പുണ്ടെങ്കിൽ തന്നെ നല്ല രീതിയിൽ തണുത്ത കാറ്റ് കിട്ടും. കുറച്ച് തണുപ്പ് മതി മുറി. കാറ്റ് വീടുണ്ടായ എപ്പോഴാവാൻ നമുക്കത് അതെങ്കിലും ഞാൻ നോക്കിക്കൊണ്ട് കിടക്കിട്ട് കറങ്ങാണോ അതോ അതുപോലെ കാറ്റേ ഇല്ല. അപ്പൊ ഞാൻ കരുതി കരണ്ട് പോലെ. അപ്പൊ ലൈറ്റ് ഇടുമ്പോ ലൈറ്റ് ചിറ്റയുടെ ചാർജറിന്റെ കാര്യം ചോദിക്കാൻ.
ബക്കറ്റ് സോഡ കുടിക്കാൻ വരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ബക്കറ്റ് സോഡയ്ക്ക് ഉടനെ എത്തും എന്നോട് ലൊക്കേഷനൊക്കെ ചോദിച്ച് മേടിച്ച്. എനിക്ക് വെള്ളം വാങ്ങിച്ച് കുടിക്കാൻ വയ്യായിരുന്നു. ഈ വിപ്ലവം പിടിച്ച് വന്നിട്ടാണ് ഞാൻ മോനുമായിട്ട് അല്ലാണ്ട് തിരിച്ചു പോകുമ്പോ ഒറ്റയ്ക്കായാലും കയറി കുടിച്ചാൽ മതിയായിരുന്നല്ലോ. ഞാൻ മോനുമായിട്ട് ഗുളിക എടുക്കാൻ പോകുമ്പോൾ കുടിക്കാമെന്ന് വിചാരിച്ചാണ് നീ അപ്പോഴത്തേക്കും ആള് കൊണ്ടൊന്ന് കുറച്ച് പിടിച്ചത്. ഇതേ മോനുമായിട്ട് വൈകിട്ട് പോകത്തില്ല. പക്ഷെ വലിയ സമയം എടുക്കത്തില്ല സാധനം പെട്ടെന്ന് തിരക്കില്ലെങ്കിൽ. പക്ഷെ അവിടെ നിന്ന് ഒത്തിരി പേരൊക്കെ വന്ന് കുടിക്കുന്നു. അതുകൊണ്ട് അപ്പൊ എനിക്ക് കുടിക്കാറ് പിന്നെ ഒന്ന് പോണം, പോയി കുടിക്കണം. ആരാണ്ടാ കുടിച്ചത് അവിടെ അത് അപ്പോഴും കണ്ടതിനാണ് അല്ല ഞാൻ വീഡിയോ ഇട്ട് വീഡിയോ ഇട്ട് പിന്നെ ജനിതേ അവിടുത്തെ കുടിക്കുകയും ചെയ്തു. ഞാനും യൂട്യൂബിൽ വീഡിയോ കണ്ടതാണ്. ഞാനും വീഡിയോ കണ്ടതാ യൂട്യൂബിൽ. അപ്പൊ എനിക്കും തോന്നിയേ നമ്മുടെ ഇത്ര അടുത്തുണ്ടായിട്ട് നമ്മുടെ സ്ഥിരം കാണുന്ന കടയിലുണ്ടായിട്ട് അതിന് മുമ്പേ ഞാൻ അമ്മയാണേ പറഞ്ഞത് ഇവിടെ എന്തൊക്കെ ഉണ്ടെന്ന്. ആരും എന്നോട് പറയും. അല്ല നമ്മുടെ ഇപ്പൊ കരുനാപ്പള്ളി അത്യാവശ്യം കടകളൊക്കെ ആയി. ഈ വക ഞാൻ പറഞ്ഞ ഈ സാധനം ബക്കറ്റ് സോഡ, മുന്തിരി സർബത്ത് നമ്മൾ പോണം. ഈ ഹൈവേയുടെ സൈഡിലുള്ള കടകളല്ല, അകത്തോട്ട് ഇങ്ങനെ വരുന്ന കടകൾ. ഇപ്പൊ നമ്മുടെ പണിക്കരായാലും മുന്തിരി സർബത്ത് എവിടെ നിന്നൊക്കെ ആളുകൾ വരുന്നത്. നമ്മൾ തന്നെ ഇപ്പൊ എത്ര തവണ അവിടെ പോയി കുപ്പി കണക്കിന് വരെ മേടിച്ചോണ്ട് വെച്ച് അമ്മയ്ക്ക് വന്ന് വീട്ടില്ലേ റെസിപ്റ്ററിയാൻ കൊടുത്തിട്ട്. അത് മുന്തിരി സോഡ ഒഴിച്ചതുണ്ട്, പാലൊഴിച്ചതുണ്ട്, പേരക്ക ഇട്ടതുണ്ട്. ആ വഴി പോകുമ്പോ അവിടെ കയറി കുടിക്കാതെ പോകാൻ പറ്റത്തില്ലെന്ന രീതിയിൽ അത്രയും ഫേമസ് ആയി സാധനം. സമയം ആവുന്നേ ഉള്ളച്ച കത്തിക്കാൻ നേരത്തേക്ക് തുടച്ചാ പോരെ. അവിടെ അവക്കാഡോ ഷേക്കും എല്ലാം ഉണ്ട്. മറ്റേ അവക്കാഡോ ഷേക്ക് വില കൂടിയത്. പക്ഷെ ഇപ്പൊ നമ്മുടെ ഇവിടെ ഒക്കെ ഉണ്ട് അത്യാവശ്യം എന്റെ ഷേക്ക്. 40 രൂപയ്ക്ക് ഈ ഫ്രൂട്ട് സർബത്ത് കൊള്ളാം. 40 അത് നിറച്ചുകൊണ്ട് പോകാനും. മുന്തിരി സർബത്ത് നല്ല ആകുക. ഞാൻ അത് റെക്കമെൻഡ് ചെയ്യുന്നത് മുന്തിരി സർബത്തായിരിക്കും. പക്ഷെ അത് ഞങ്ങൾ കുടിച്ച് പേരക്ക ഇട്ടതും മുന്തിരി ഇട്ടതും എല്ലാം ട്രൈ ചെയ്തു. ചിട്ടയായിട്ട് ഞാൻ പോയി കുടിച്ചു അവിടെ നിന്ന്. ഞങ്ങൾ 2 തവണ അവിടെ പോയി. ഏറ്റവും രസമേ ആദ്യം പോയപ്പോ സർബത്ത് കിട്ടിയില്ല. പാലില്ല, എന്തോ തണുത്ത പാല് ഇരിക്കില്ല മോനെ എന്ന് പറഞ്ഞു. ഞങ്ങളങ്ങ് നിരാശരായി. ഞാനും സുമി ആദ്യമായിട്ട് കുടിക്കാൻ വന്നിട്ട് അവസാന ബിന്ദുവർമ്മ അവിടെ നിന്നൊരു മാമനെ പറഞ്ഞ് കടയിൽ വിട്ട് കവറ് പാല് മേടിപ്പിച്ച് ഞങ്ങൾ നിൽക്കുക, വെയിറ്റ് ചെയ്ത് കുഴപ്പമില്ല കുടിച്ചിട്ടേ പോകത്തുള്ളൂ. പിന്നെ പോയി പാല് കൊണ്ടുവന്ന് അടുപ്പിച്ച് ഞങ്ങൾ കുടിച്ച്. ഞങ്ങൾക്ക് വേണ്ടി മാത്രം 2 പേർ പാല് മേടിപ്പിച്ച്. ഒരു പ്രാവശ്യം ഞാൻ പോയി മേടിച്ചപ്പോ മുന്തിരി തീർന്നു പോയമ്മേ. ഞാൻ അവിടെ നിന്ന് കുടിച്ച് 2 കുപ്പി മേടിച്ച് അന്ന് തന്നു വിട്ട ദിവസം. മുന്തിരി തീർന്നു പുറകെ നിന്നവരെ എന്നെ നോക്കുന്നു. ഇവനിത്രയും മേടിച്ചില്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് കൂടെ ഒന്നും വിചാരിക്കില്ല. വീട്ടിൽ മൊത്തം ഇത് ആൾക്കാർ ഇത് നോക്കിയിരിക്കും. ഒരു കൊതുക് അടിച്ചിട്ടെ ഞാൻ കൈ തിരിച്ചു വെച്ച് തൂത്തത് തന്നാ. എന്റെ കൈയുടെ വെള്ളം മുഴുവനായേനെ. കൊതുകുണ്ടല്ലേ ഇപ്പൊ? മുമ്പ് ഇത്രയും തെങ്ങയ്ക്ക് കൊതുകില്ലായിരുന്നു. തെങ്ങിനൊക്കെ അല്ല ഇവിടെ ഇത്ര കൊതുകില്ലായിരുന്നു. അവിടെ പിന്നെ മഴയും വെയിലും ഒന്നും ഇല്ല. അവിടെ കൊതുകേ ഉള്ളു. അവിടെ കൊതുകിൽ വെക്കാതെ ഇരിക്കാൻ പറ്റുമോ? ഹലോ സുമി. ഹലോ കേക്കാൻ വയ്യേ? കട്ടായോ നോക്കിയേ. അത് പോയമ്മേ. എന്തേ മിസ്കോളാ അത്? നോക്കട്ടെ.
അത് അമ്മയെ നടുക്ക് സൈഡ് ഞെക്കിയപ്പോൾ കട്ടായതാണെന്ന് തോന്നുന്നു. ഹലോ, ഇപ്പൊ കേക്കാവേ? അമ്മമ്മ മ്യൂട്ടിൽ പിടിച്ച് ഞെക്കിയതാ അത്. അപ്പൊ പിന്നെ എങ്ങനെ കേക്കും? അതാ ഞാൻ മേടിച്ചത് തിരിച്ച് കയ്യിലോട്ട്. നടുക്ക് പിടിച്ച് ഞെക്കിയ ആള്. സ്പീക്കർ വരത്തില്ല മേതിൽ നടുക്ക് ഞെക്കുമ്പോഴേ നമ്മള് പറയുന്ന കേൾക്കൂല അവിടെ. ആ കൊടുക്ക. ഹലോ. ആ ഇവിടെ വന്ന് പറഞ്ഞായിരുന്നു അവർ രണ്ടുപേരും കൂടെ ഇവിടെ വന്നു. അവിടെ വന്നിട്ട് ഞാൻ ചോദിക്കുന്നത് പരിചയമുണ്ടോ, അറിയാമോ? ഞാൻ കണ്ടിട്ട് പോലും ഇല്ല. ഞാൻ അറിയാം, കണ്ടിട്ടുണ്ട്, അല്ലാതെ എന്ത് പറയാ, ഞാൻ കണ്ടിട്ടില്ല, എനിക്കറിയില്ല ആരാ. പിന്നെ അമ്മ പറഞ്ഞു ഇങ്ങനെ. അവിടെ കിടന്ന് പോകുന്നു പെൺകൊച്ചു പറഞ്ഞു ഞങ്ങൾ അക്കടയ്ക്ക് കൂടെ കയറും. ഇവിടെ വന്നോണ്ട് മോടെ ഫോട്ടോ ഇരുന്നായിരുന്നു നാത്തൂൻ്റെ കല്യാണം. അപ്പൊ ഈ കൊച്ചു കയറി ഇങ്ങനെ ഫോട്ടോ ഇങ്ങനെ അവള് നോക്കി ഉന്നയിച്ചു പറഞ്ഞു ഇത് ആലപ്പാട്ട് കൊണ്ടുവന്നല്ലേ ഈ മോള. ആ മോൾ ഫോട്ടോ ഇവിടെ ഇരിക്കുന്നുണ്ടാകും. അപ്പൊ കുട്ടം പറഞ്ഞു ആ മോടെ അമ്മാമയാണ് ഇത്. ആ മോളെ എൻ്റെ മോളാണത് അതിൽ കൊണ്ടുവന്നത്. എന്താ ഇവിടെ ഇരിക്കാൻ പാടില്ല എന്ന് സുമതി? എന്താ ഇവിടെ ഇരുന്ന ഞാനിതിവിടെ വന്നത് ചോദിക്കാനാ. വേറെ വല്ല വീടുമാണ് കുട്ടന്മാരല്ല, അത് രാത്രിൻ്റെ അമ്മാമ്മയാ. അമ്പിളിയമ്മ മോളാ, മൂത്ത മോള്. അമ്പിളിയമ്മേനെ അറിയാം. അമ്മ നിരത്തിനടുത്തോടെ കാണാത്ത കൊണ്ടായിരിക്കാം. അല്ലെന്ന് കാക്കയ്ക്ക് അറിയാ എന്നെ. അപ്പൊ പിന്നെ അതെന്താണ് എത്ര അറിയാം? എന്നാ പറയാത്തോണ്ട് ചോദിച്ചത് എങ്ങനാ കാത്തു. പിന്നെ അമ്പിളി ഞാനും ഇവിടെ ഉള്ള അറിയത്തില്ല. ശരി, അമ്മേനെ അറിയാം. അവര് രണ്ടുപേരെ അറിയാം. രണ്ടുപേരും ആ പെണ്ണിനെ അറിയത്തില്ല. മനസ്സിലായി. എങ്ങനെ അറിയത്തില്ല? തിരിച്ച് കുട്ടനറിയാം. കാത്തിനെ മോക്ക് അറിയാം, ആ കൊച്ചിനെ അറിയാൻ പാർത്തില്ല. നമ്മളുമായിട്ടുള്ള ബന്ധം അതാണ് പറഞ്ഞതേ. ഇവിടെ ഇരിക്കുന്നുണ്ടാവുന്നാണ് ചോദിച്ചത്. ഫോട്ടോ ഇവിടെ ഇരിക്കുന്നുണ്ടോ? മുഴുവൻ ഇരുട്ടായി. സന്ധ്യയായി. അകത്ത് ലൈറ്റും ഇല്ല. അവിടെ 54 ഇല്ലേ? 54 ചോദിച്ചതാ. അമ്മയുടെ വീടാണ് ചോദിച്ചു കാണും. ഇളവാണ് ഉള്ളതില് ഒരു അഡ്വാൻറ്റേജ്. അതുണ്ട്. ആവശ്യത്തിന് ദൈവം വാരിക്കോരി നീളം തന്ന്. അല്ല, എനിക്ക് അപ്പാപ്പന്റെ ചായലും ഇത് ഒത്തിരി പേര് അങ്ങനെ. എനിക്ക് തന്നെ ഫോട്ടോയും വീഡിയോ ഒക്കെ കാണുന്നത്. ഇപ്പൊ നമ്മളിപ്പോ ഒരുപാട് ഫോട്ടോ ഫോണിലൊക്കെ എടുക്കുമ്പോ അപ്പാപ്പന്റെ ഹൈറ്റ്, അപ്പാപ്പന്റെ കളറ് എല്ലാം. എനിക്ക് വെച്ചാൽ മുടിയുടെ ടൈപ്പ് പോലും അച്ഛന്റെ നീളം മുടിയല്ലേ. കാരണം ഇപ്പൊ അച്ഛന്റെ അവിടെ ഉണ്ട്. അച്ഛന്റെ നോക്കാനാണെങ്കിൽ അച്ഛന്റെ ചുരുണ്ട മുടിയ നീളം. എങ്ങനെ നോക്കാനാണെങ്കിലും അപ്പാപ്പന്റെ ഒരു ഇത് വന്ന് അതെ. അത് പോകാൻ പോകുമ്പോഴേ കാത്തു ഞാനും ഒക്കെ ഒരേ രീതിയിൽ കാണുമ്പോഴേ ആൾക്കാരെ പ്രെഡിക്റ്റ് ചെയ്യും.
കാത്തുവിന്റെ അനിയനാണെന്നത് പഠിക്കുന്ന സമയത്ത് ചോദിക്കുമായിരുന്നു. എന്നെ കാണുമ്പോ എന്നെ ട്യൂട്ടോറിലൊക്കെ പഠിക്കുമ്പോഴേ കാത്തു 10ാം ക്ലാസ് ഇരിപ്പുണ്ടായിരിക്കും എന്റെ, ഞാൻ ഈ പുറത്ത്. അപ്പൊ എന്നോട് കാണുമ്പോ തന്നെ ചില ടീച്ചറമ്മ ചേച്ചി പഠിക്കുന്നത്, ചേച്ചി പഠിക്കുന്നുണ്ടോ അങ്ങനെ തന്നെ ചോദിക്കും. അപ്പൊ പറഞ്ഞ മറ്റേ ഇവിടെ 9ാം ക്ലാസ് അതന്നെ 7 പഠിക്കുമ്പോ ഇവിടെ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന പറഞ്ഞ ആദിത്യയുടെ അനിയന അല്ലേ അല്ലേ അതുപോലെ തന്നെ ഉണ്ട്. അതാ ഞാൻ ചോദിച്ചത്. എനിക്ക് അതുപോലെ ഞാനപ്പോ പറയും ചെയ്തു, അപ്പുറത്തുള്ള ആരുടെ അപ്പൊ കാത്തുവിന്റെ പേര് കറക്റ്റ് കിട്ടാത്തത് കൊണ്ടാണ് അപ്പോഴുണ്ടോ ഇവിടെ നിനക്ക് ആദിത്യയുടെ നിങ്ങൾ ഒരുപോലെ ഇരിക്കുന്നെന്ന് പറയാം. കാരണം ഞങ്ങൾക്ക് രണ്ടവർക്കും ഒരേ ഇതുണ്ട്. കാരണം ഇടക്കാലം മാറ്റം ഉണ്ടായിരുന്നു. ഇടക്കാലം എനിക്കെന്നെ നീളം വെച്ച് ഇതിനൊക്കെ പോയപ്പോ അമ്മേ അത് കനകമണി അച്ചാമ്മയുമായിട്ട് നിൽക്കുന്ന ഞാൻ പറഞ്ഞില്ലേ ഒരു വീഡിയോ ഞാൻ ഇട്ടമ്മ ഇതിന്റെ അകത്തുനിന്ന്. അമ്മയും മകളും അതാണ് അമ്മയും മകളും. ഞാൻ അത് ഇട്ടമ്മേ അമ്മാമ്മയുടെ ഫോട്ടോ, അമ്മയുടെ ഫോട്ടോ, എന്നിട്ട് അച്ചാമ്മയുടെ ഫോട്ടോ, ഇത്രയും കൂടെ ഞാൻ ഇട്ടച്ച അതിന്റെ അകത്ത് 3 ഫോട്ടോ കുറെ എടുത്തായിരുന്നു ഇങ്ങനെ. അല്ല അവിടെ ഇരുന്നപ്പ മുക്കുമ്പഴ അമ്പലത്തിൽ ഉത്സവത്തിന് ഇരുന്നപ്പ എടുത്ത് അതിങ്ങനെ ഞാൻ ചുമ്മാതെ ഇങ്ങനെ വീഡിയോ പോലെ എഡിറ്റ് ചെയ്ത് അച്ചാമ്മയെ കാണാൻ അമ്മയെ പോലെ അമ്മ അച്ഛൻ രണ്ടുപേരും ഒരു മുഖമാണ്, അമ്മ അച്ചാമ്മ ഒരു മുഖമാകുന്ന രീതിയിൽ ഞാനിങ്ങനെ ഒരു പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ അതിട്ട് കഴിഞ്ഞപ്പോ ഇട്ടത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. 45,000 ആൾക്കാർ കണ്ട ആ വീഡിയോ ഇൻസ്റ്റാഗ്രാമിന്റെ അകത്ത്. ഞാൻ ഇട്ടതിൽ ഒരു വീഡിയോ അമ്മയുടെ ഒരു ഇതുണ്ട്. അവരെനിക്ക് തോന്നുന്നു അവര് രണ്ടുപേരും ഇവരെല്ലാരും ഒരേ മുഖം, വട്ടമുഖം, ഈ ആ ഒരു ടൈപ്പ്, ഹൈറ്റ് കുറച്ച് പതുങ്ങി, വട്ടമുഖം, വെളുത്ത്, ആ ഒരു ടൈപ്പ്. കൊച്ചൻ വിളിച്ചിട്ട് വരുമ്പോ കറക്റ്റ് അപ്പാപ്പന്റെ അമ്മാമ്മയുടെയും മിക്സ് പോലെ ഇരിക്കും. അപ്പാപ്പന്റെ ഒരു കളറും രീതിയും ഒക്കെ വന്നിട്ട് അമ്മാമ്മയുടെ ശരീരപ്രകൃതം കറക്റ്റ് അമ്മാമ്മയുടെ തന്നെ. സുമിച്ചിട്ടേ മിക്സാ കറക്റ്റ്. അമ്മാമ്മയുടെ ഒരു കളർ ഷെയ്ഡും കാര്യങ്ങളൊക്കെ വന്നിട്ട് അപ്പാപ്പന്റെ നീളവും ശരീരപ്രകൃതം. അമ്പിളിയമ്മ വെച്ച് കറക്റ്റ് അപ്പാപ്പന്റെ മാത്രം അമ്മാമ്മ അത് അത്രയും റിവ്യൂ കിട്ടാൻ കാരണം അവര് ശരിയാ, അമ്മയുടെ ഒരു ചായ ഇല്ലല്ലോ. അതാ കാലത്തുറക്ക് എല്ലാവരും പറഞ്ഞ അച്ഛമ്മയുടെ മുഖവും അമ്മയുടെ മുഖവും അവരെ കണ്ടാൽ തന്നെ പറയും അവര് മക്കളാണെന്നോ എന്തോ ഒരു ബന്ധം ഉണ്ടെന്ന് കാണുമ്പോ തന്നെ തോന്നും. അതുണ്ട് അവര് അത് ഇപ്പൊ അമ്പിളിയമ്മയും കാത്തും കൂടെ അമ്പിളിയമ്മയുടെ നൈറ്റി ഒക്കെ ഇട്ട് കാത്തു തിരിഞ്ഞിരിക്കുവല്ലേ ഇത് അടുക്കള വാതിലേക്ക്. അപ്പൊ നമ്മളിങ്ങനെ കയറി വരുമ്പോ അമ്പിളിയമ്മയാണെന്നേ തോന്നത്തോളൂ. കാത്തിനെ കാണുമ്പോ അമ്പിളിയമ്മ പുറകുന്നല്ലേ നമ്മള് കാണുന്നത്. വലിയ നൈറ്റി ഒക്കെ ഇട്ടുകൊണ്ട് നിൽക്കുമ്പോ അച്ഛാ ഉണ്ണിത്താച്ച മീനും കൊണ്ടുവന്നിട്ട് കാത്തുനെ വിളിക്കുന്നുണ്ട്, അമ്പിളി ഇതേ പാത്രം എടുത്തിട്ടുണ്ടോ. അപ്പൊ കാത്തുനെ കണ്ടപ്പോ മോളായിരുന്നു. അതല്ല കുളിച്ചിട്ട് കയറുമ്പോ ഇയാളെ നൈറ്റിക്കാരിയാണല്ലോ. അപ്പൊ നൈറ്റ് കിട്ടുന്ന കുറച്ചു നേരം ഇങ്ങനെ നിൽക്കുമല്ലേ അത് എവിടെ എവിടെ ഇത്. അപ്പൊ കറക്റ്റ് ഇതായിരുന്നു അമ്പിളിയമ്മ തന്നെ. ഇനി ഇപ്പൊ കാണുമ്പോ അമ്പിളിയമ്മയുടെ നല്ല ചായലുണ്ടെന്ന് ഇപ്പം പറയാം. ഇപ്പൊ കാരണം ഇടക്കാലം എന്റെ നീളം വെച്ചൊക്കെ ഇങ്ങനെ വന്നപ്പോ ഭയങ്കര മാറ്റമാണ്. കറക്റ്റ് അച്ഛനെ പോലെ തന്നെയാണ് ഇപ്പോഴും അച്ഛന്റെ ഇതുണ്ട്. കാരണം അച്ഛനാണ് ഇങ്ങനെ താണ്ടിയൊക്കെ ഉള്ളത്. അമ്പിളിയമ്മയുടെ മുഖമാണ് ഇങ്ങനെ വട്ടത്തിൽ കണ്ടത്. പക്ഷെ എനിക്ക് അങ്ങനത്തെ മുഖം എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് മുഖം ഇങ്ങനെ ഇരിക്കണം. അതെനിക്ക് കറക്റ്റ് അച്ഛന്റെ മുഖമാണ്. എനിക്ക് എല്ലാവരും നല്ല എല്ലാ ഫീച്ചേഴ്സും എല്ലാ രൂപങ്ങളും കിട്ടിയിട്ടുണ്ട്. കളറിന്റെ അല്ല ഞാൻ പറഞ്ഞത്, നല്ല മുഖം അട്ടമുഖം.
ഞാൻ കേട്ടത് വേറെ. ഞാനിത് ഇങ്ങനെ പറയുന്ന കേട്ടു. അല്ലമ്മേ, അച്ഛന്റെ മുഖം അത്ര വട്ടമുഖമല്ല. അല്ല, അച്ഛന്റെ മുഖം ഇവിടം കൊണ്ട് നീട്ടമുണ്ട് നല്ല. അതാ ഞാൻ പറഞ്ഞത്. ആ ഒരു ഇത് കിട്ടിയത് കൊണ്ടാണ് അമ്മ ചിറ്റയ്ക്ക് അവർക്ക് രണ്ടുപേർക്കും കുറച്ച് മുഖത്തിന് ഇതുള്ളത്. അമ്പിളി അമ്മയുടെ എന്ന് പറഞ്ഞ കറക്റ്റ് അച്ചാമ്മയുടെ പോലെ ഇരിക്കുന്നതുകൊണ്ടാ. കനകമണി അച്ചാമ്മ, അവരച്ചാമ്മമാരെല്ലാം സുന്ദരാശി അച്ചാമ്മയുടെ മുഖം ഒരിച്ചിരി നീട്ടമുണ്ട്. പക്ഷെ കനകമണി അച്ചാമ്മയുടെ മുഖം വട്ടാന്ന് വെച്ചാൽ വട്ട മുഖം. അത് വട്ടമാണ്, അവിടെ താണ്ടി പോലും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അപ്പൊ ആ സെയിം വട്ടമാണ് അമ്മയുടെ. അത് തന്നെയാണ് കാത്തുന്റെ പിന്നെ ഇച്ചിരിയെങ്കിലും ഉണ്ട്. അമ്പിളി അമ്മയുടെ കറക്റ്റ് ഇങ്ങനെ ഇവിടുന്ന് എടുത്ത് ഇങ്ങനെ അമ്പിളി അമ്മയ്ക്ക് ഇച്ചിരി പ്രായമായ എങ്ങനെ ഇരിക്കണമെന്ന് അറിയണമെങ്കിൽ കനകമണി അച്ഛമ്മ നോക്കിയാൽ മതി. കറക്റ്റ് വണ്ണമാണെങ്കിലും മുഖമാണെങ്കിലും. ഞങ്ങളുടെ കൂടെ വന്നേ അപ്പൊ അല്ലത് അമ്മടെ എന്റെ ചേട്ടത്തിയാണ് ഇക്കാര്യം പോലിരിക്കുന്നത്. അവരെ അച്ഛനിട്ട് വാർത്തെടുക്കടി ഒരു രീതിയിൽ അമ്മമ്മ 10 മാസം പ്രസവിച്ചത് കറക്റ്റ് അപ്പച്ചി ലുക്ക് ആന്ന്. മാറി അതിനേറ്റവും വലിയ തെളിവല്ലേ അച്ചാമ്മയുടെ അതേ ലുക്കിലിരിക്കുന്നത്. മാറിപ്പോയതാണെങ്കിൽ ഇങ്ങനെ ആ ലുക്ക് വരും. ഒരു കൈയാണ് താഴോട്ടുണ്ട് ആശുപത്രി. എനിക്ക് ഇത് ഓർമ്മ. പനിയൊക്കെ പണ്ട് അഡ്മിറ്റ് ഒക്കെ ആക്കത്തില്ല, അവിടെ അല്ല ഷീറ്റ് പോലെ ഇട്ടിട്ടല്ലേ അല്ലേ വാർഡ് പോലെ കിടന്ന്. എനിക്ക് അസുഖം ഒന്നും കൊണ്ടുപോയിട്ടില്ലേ. അതുപോലെ അഡ്മിറ്റ് ആയി എനിക്ക് ഓർമ്മയുണ്ട് 5-6 വയസ്സുള്ള സമയത്താണ് സുനാമിക്ക് കയറി കഴിഞ്ഞു ഉണ്ടായിരുന്നു ആശുപത്രി. അന്നെന്തേലും ഒന്ന് പറയുമ്പോ ആശുപത്രി എന്ന് പറയാം. റൊട്ടി വാങ്ങിക്കാൻ ആരും കിടന്നു. അവിടെ ചെന്ന് ആരും കിടന്നു റൊട്ടിയില്ല. വട്ടമില്ലേ, വട്ടം ചെറിയ വട്ടത്തിൽ വെച്ചേക്കാം. അപ്പോഴത്തേക്ക് ആരോ പറഞ്ഞു അവിടെ റൊട്ടി വന്നല്ലേ. അപ്പൊ വീട് വച്ച വട്ടം അച്ഛൻ ബ്രെഡല്ലേ അത്? ബ്രെഡല്ലേ? അത് കഴിഞ്ഞിട്ട് റൊട്ടി എന്ന് പറയില്ലേ 3 കഷ്ണമാണ് നമ്മുടെ ഇപ്പൊ റെസ്ക് വാങ്ങിക്കുന്നേ നമ്മള്. അതുപോലെ 3 കഷ്ണം. അത് ഇത്ര നീളമുണ്ട്. അപ്പൊ അത് കൊണ്ടുവന്നാണ് നമ്മുടെ കാപ്പി. റൊട്ടി കൊണ്ടുവന്ന് കാപ്പി ഉണ്ട്. അന്ന് 1 കഷ്ണം എടുത്ത് തിന്നില്ല അമ്മ പെറ്റമ്മ. തന്നു കഴിയുമ്പോ പിന്നെ റൊട്ടി കട്ടില്ല. കട്ടിന്റെ താഴെ ഞാൻ കിടക്കുന്ന കട്ടിന്റെ താഴെ ഒരാൾ കിടന്നു. നിങ്ങളെ കൊച്ചപ്പം അതിന്റെ താഴെ കിടന്നിട്ട് അവിടെ എനിക്ക് അപ്പൊ തൂക്കം അത്ര കാപ്പി ഇല്ല. താഴെയാ കഴിക്കുന്നത് കട്ടിന്റെ താഴെ. ആ കാപ്പി മരിച്ചു വെച്ചിട്ട് അപ്പൊ അച്ഛൻ പണ്ട് പറയും കിട്ടാൻ പോലും ഇല്ല. ഞാൻ എവിടെ പോണം? അച്ഛൻ പോകുന്നത് വാങ്ങില്ല. പറയില്ലേ നീ അവരെ സൂക്ഷിച്ചില്ലേ മോളെ അതൊക്കെ സൂക്ഷിച്ചല്ലേ. അപ്പൊ പന്നി ചോദിച്ചു ഭയങ്കര ഇഷ്ടമാണ് പന്നിയുടെ മുഖത്തില്ല. അതിന്റെ ആരോ ഇപ്പോഴും പറയും നമ്മുടെ മാവൻ അങ്ങനെ ആയിക്കല്ലേ. ഞാൻ പറ പെൺകൊച്ചെന്ന് പറയുമ്പോഴേ മോനെ ഇറങ്ങുന്നില്ല. വീട്ടിൽ ആശുപത്രിയൊന്നും പോകുന്നില്ല. വീട്ടിൽ വന്ന വീട്ടിൽ നിന്ന് ഇറങ്ങത്തില്ല. പോകത്തില്ല. കിടക്കുക അന്ന് വളർത്തിക്കത്തില്ലല്ലേ ആദ്യം. അങ്ങനെ പിന്നെ ഒന്നും പറയണ്ട.
ഇപ്പോഴൊക്കെ അമ്മ വന്ന് പറയണ അത് അവർക്ക് കൊടുക്കട്ടോ. കണ്ണു ചോറൊക്കെ കൊടുത്താൽ മതി. ഭയങ്കര ഇഷ്ടം. പിന്നെ നല്ല നല്ല ഇതുപോലെ അത് ചെയ്യുന്നത്. അതുപോലെ മരി പോക്കും. തന്നെ എന്തുവാന്ന് ഞാൻ പ്രോക്ക് ചുമ നീല ഈ ഇവിടെ അങ്ങനെയുള്ള തീരി ഇവിടെയൊക്കെ ബട്ടൺ പിടിപ്പിച്ച അങ്ങ് പോക്ക് പോലെ ഇവിടെ പുറവ് വശം പുറം ഇവിടെ പുറം ഇങ്ങനെ ബട്ടൺ പിടിച്ചു. എത്ര കൊണ്ടുവന്നാൽ നമ്മളെ കാണിക്കത്തില്ല. അപ്പൊ അതും കൊണ്ട് ഇവിടെ വരും. നഴ്സല്ല വീട്ടിൽ ഇവിടെ കൊടുത്തേച്ച് നടന്നു വീട്ടിൽ കൊണ്ട് താമസിച്ച് നടന്ന് അമ്മയോട് പറയുന്നു. ഞാനവിടെ പോയില്ല. ഞാനവിടെ പോയത് മതി. അറിയാം. ഇവരെയൊക്കെ ഇവരുടെ പേരെനിക്ക് അത്ര ഇതല്ല. കണ്ട എല്ലാരും നല്ല പിന്നെ ഇവര് മൂന്നുപേരുടെ സ്വരം ഒന്നാ. പ്രത്യേകിച്ച് ചിറ്റയുടെയും അമ്മയുടെയും സൗണ്ട് നല്ല സാമ്യം. ചിറ്റയുടെ അമ്മയുടെ സൗണ്ട് ഭയങ്കര സാമ്യം. കൊച്ചമ്പിടി ചിറ്റയുടെ സൗണ്ട് പിന്നെയും കുറച്ചും കൂടെ നമുക്ക് മനസ്സിലാവും. അത് കൊച്ചമ്പിടി ചിറ്റയാണ്. പക്ഷെ സുമിച്ചിറ്റയുടെ അമ്മയുടെയും ഒരു ഭയങ്കര സാമ്യത. സ്ഥിരം കേൾക്കുമ്പോ നമുക്ക് മനസ്സിലാവും. എന്റെ ദൈവത്തിലാണ് ഞാനവിടെ നിൽക്കുന്നത്. കണ്ടത് ചക്കപ്പഴത്തിലേക്ക് അങ്ങനെയാണല്ലേ കല്യാണം കഴിഞ്ഞ് ഇവിടെ കൊണ്ടുപോയില്ലേ. കുറെ അറിയുന്നത് പോടായവിടെ അച്ഛൻ വലിച്ചു കെട്ടി അടക്കൊണ്ടുപോയി. രാത്രി ഇത്തരത്തിൽ തന്നെ ആഹാരം ആഹാരം കഴിക്കാൻ നിന്നടായെന്ന് പറഞ്ഞിട്ട് അടിയെ കൊണ്ട് വേറെ കാച്ചേ പോയതാണ് ഇപ്പൊ. ചിലര് കഴിക്കത്തില്ലല്ലേ പുറത്ത്. വീട്ടിൽ ചെന്ന് കൂട്ടുകൂടിയ അതിന് കഴിയുമല്ലേ അവന് വേണ്ടി അവിടെ എപ്പോഴാഹാരം വിളമ്പുന്നു വലിയ അവിടെ തിരക്കി അവിടെ വരും. ഞാനാണ് എനിക്ക് രണ്ടിനും കൂടെ ചോറിട്ടിട്ട് ഒരു പാത്രം ചോറുമായിട്ട് ഞാൻ തമ്മിലെ കാര്യം എടുത്ത് വെച്ചിട്ട് നീങ്ങി. പണ്ട് കാര്യം ഈ അപ്പച്ചിമാരാണെന്ന് അറിയത്തില്ല. ഇവിടെ കടയില് നമ്മുടെ വീട്ടിലൊക്കെ കടയുടെ വാതിൽ അരമണി വന്ന് അവിടെ നിന്ന് അപ്പോഴെങ്ങാണ്ട് അന്ന് കുറഞ്ഞ കാശാ. അരയണ ഒരു എണ്ണയൊക്കെയാണ് ഒരു അരയണ കൊടുത്തു കഴിഞ്ഞു. നാളെ അറിയത്തില്ല. കാശ് കഴിഞ്ഞ് ഇങ്ങനെ വാങ്ങി കാശ് ശ്രീദേവിയുടെ കയ്യിൽ കൊടുത്തോണ്ട് ചടു കുടിപ്പിച്ചു. ഞാൻ വാങ്ങി അപ്പൊ ആളെ പത്തൊന്ന് പറഞ്ഞു അമ്മേ ചങ്ങാതിലൂടെ ഒരമ്മയില്ലേ എടുത്ത ഒരരയണ തന്നു. ആ തന്നോ ചെയ്ത് അല്ല അവിടുത്തെ അമ്മ ശ്രീദേവി അമ്മയുടെ വഴി കൊടുത്തിട്ടേ ഇതാണ്.
ഞാനപ്പോ ആരാണെന്ന് പറയാൻ നോക്കിയിട്ട് കാര്യം പിടിയെ കണ്ടത് അമ്പലത്തിൽ പാടും കേട്ടോ. തിരിച്ചു വന്ന പറയാൻ വീട്ടിൽ കയറിയപ്പോ ഞാൻ പറഞ്ഞു നീ വല്ലതും കൊടുത്തല്ലേ കുഞ്ഞിന്റെ എന്താ ആ ഒരു അമ്മയുടെ കൊച്ചികളോട് പറഞ്ഞു കൊടുക്കത്തില്ല. അപ്പച്ചി അപ്പച്ചി എന്ന് പറഞ്ഞാലും ഒരപ്പച്ചിയെ കളഞ്ഞു ചോദിച്ചു. അതിനപ്പോഴും അറിയാമെന്ന് ഈ സുന്ദരവടി ആരെങ്കിലും പോയിട്ടില്ലല്ലേ പോലെ ഇങ്ങനെയാണെങ്കിൽ പോകും. അടുത്തല്ലേ ഇവിടെ വരുവാ ഇവിടെ കിടന്ന് പറഞ്ഞത് മകനെ കഴിയുമ്പോൾ ഞാൻ കൊണ്ടുപോകും. കാര്യമുണ്ട് റേഷനയുടെ ഇന്നത്തെ റേഷൻ ഇഷ്ടമുള്ളൂ. മാമനെ റേഷൻ കട ചന്തയുടെ പറയും റേഷൻ കടയിലൊക്കെ പറയും റേഷൻ കൊടുക്കല്ലേ വീട്ടിലേക്ക് സമ്മാനത്തെ വണ്ടേ പറ്റത്തില്ല. മാമനുണ്ടായ പറ്റത്തില്ല. അന്നമ്മ വേണ്ടേ വില എടുക്കാണ്ട് റേഷൻ കട അന്ന് വാങ്ങിച്ച് ആ പടിയിട്ട് അവര് കൊണ്ട് കിളികളെല്ലാം വന്ന് കൂട്ടിച്ചേർന്ന സമയമാണ്. ഇവിടെ ഇപ്പൊ അത്രയും കൂടുകളുണ്ട് ഈ മരത്തിലെല്ലാം.